ബ്രാൻഡ്. മലയാളികളുടെ പ്രിയങ്കരനാണ് നടന വിസ്മയം മോഹൻലാൽ. അദ്ദേഹത്തിന്റെ 64-ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. കേരളക്കരയെ ഒന്നാക്കി ആഘോഷമാക്കിയ ദിവസമായിരുന്നു ഇത്. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന, ബഹുമാനിക്കുന്ന, ഏറെ ഭക്തിയും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന, എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന വ്യക്തി കൂടിയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ മോഹൻലാൽ. നടൻ എന്നതിനേക്കാൾ ഉപരി ഗായകൻ, കേണൽ, പാചകപ്രേമി, അവതാരകൻ, അതിലേറെ നല്ലൊരു കുടുംബസ്ഥൻ എന്നിങ്ങനെയെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ വില്ലനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടൻ ഒരു കാലത്ത് മലയാള സിനിമയുടെ നട്ടെല്ലെന്ന് പറയാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനുമാണ്. മാസ് ആക്ഷൻ ഹീറോയായും വളരെ വൾനറബിൾ ആയ കഥാപാത്രങ്ങളും മോഹൻലാൽ ചെയ്തു. തന്മാത്ര, ചിത്രം, താളവട്ടം, പ്രണയം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ്. വന്ദനം, കാക്കക്കുയിൽ, കിലുക്കം, മിന്നാരം, നാടോടിക്കാറ്റ്, വെള്ളാനകളുടെ നാട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം കോമഡി ചെയ്തു. അതിൽ തന്നെ കൂടുതലും പ്രിയദർശൻ സിനിമകളായിരുന്നു. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളിൽ അധികവും വലിയ ഹിറ്റുകളാണ് എന്നത് മാത്രമല്ല, ഇന്നും മലയാളികളെ ചിരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉള്ള ചിത്രം കൂടിയാണ്. എന്നാൽ ഒരു കാലത്ത് രഞ്ജിത്ത് ജോഷി തുടങ്ങിയ സംവിധായകരുടെ മാസ് ആക്ഷൻ സിനിമകളും നടൻ വേഷമിട്ടു. അടുത്ത കാലത്ത് അത്തരത്തിൽ ഇറങ്ങിയ ഒരു ചിത്രം പുലിമുരുകനായിരുന്നു. ചിത്രം കേരളത്തിൽ വലിയ ഹിറ്റ് സമ്മാനിച്ച ചിത്രമാണ്. വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സിനിമയാണ്. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ താൻ ഒരിക്കലും പുറത്തുനിന്ന് കണ്ട കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് മോഹൻലാൽ. ഒരാൾ തന്റെ പുലിമുരുകന്റെ പോസ്റ്ററിനോട് വഴക്ക് കൂടുന്നതാണ് താൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ പോസ്റ്റർ വേറെ ആൾക്കാർ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കാലം മുൻപ് പുലിമുരുകന്റെ പോസ്റ്ററിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ മദ്യപിച്ചിരുന്നതെന്നാണ്. അയാൾ പോസ്റ്ററിലെ ഞാനുമായി ഫുൾ ഫൈറ്റ് ആണ്. അടിക്കുന്നു, ഇടിക്കുന്നു, പുള്ളിയെ പിടിക്കാൻ പോകുന്നു, എനിക്ക് അയാളെ അടുത്തേക്ക് വിളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപേ വണ്ടി പോയി. അങ്ങനെ പോസ്റ്ററിനോടൊക്കെ സംസാരിക്കുന്നവരുണ്ടാകാം. ഞാൻ പോസ്റ്റേഴ്സ് തീർച്ചയായും കാണാറുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഇനിയും വരാനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും അതിനായി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുക. ഇപ്പോൾ ഈ അടുത്ത ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയാമെന്നും മോഹൻലാൽ പറഞ്ഞു. അതേസമയം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് L360 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ 360ാമത്തെ ചിത്രത്തിൽ ശോഭനയാണ് നായിക. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രമെന്ന നിലയിൽ ശ്രദ്ധ നേടിയ ചിത്രമാണിത്. അഭിനയ ജീവിതത്തിൽ 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു വലിയ ബ്രാൻഡായി മോഹൻലാൽ എന്ന പേര് മാറി. ബോക്സ് ഓഫീസ് കണക്കുകളിലും മോഹൻലാൽ ചിത്രങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. മോഹൻലാലിന്റെ പുലിമുരുകനാണ് 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രം. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ 200 കോടി ക്ലബിലും ഇടം നേടി. 4 ദേശീയ പുരസ്കാരങ്ങൾ, 9 സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങി മോഹൻലാൽ സ്വന്തമാക്കിയ അംഗീകാരങ്ങളുടെ പട്ടിക നീളുന്നു.